ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2001 റിലീസായ കാപ്പാക്സ് എന്ന സയൻസ് ഫിക്ഷൻ ഡ്രാമ മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. പേഴ്സണലി ഇതിൻ്റെ ഒരു ഫേവറേറ്റ് മൂവിയാണ്. ക്ലൈമാക്സ് എല്ലാം അടിപൊളിയാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണൂ. യു ആർ വാച്ചിങ് എക്സ്പ്ലനേഷൻ ഫയൽസ്. ഒരു സിറ്റിയിലെ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ കാണിച്ചുകൊണ്ടാണ് മൂവി ആരംഭിക്കുന്നത്. ഒരു ഭിക്ഷക്കാരൻ അതിലൂടെ പോകുന്ന ആളുകളോടെല്ലാം ഭിക്ഷ ചോദിക്കുന്നു. കോട്ടും സ്യൂട്ടുമെല്ലാം ധരിച്ച് ഒരു സഹായം ചെയ്യാതെ പോവുകയാണോ, കഷ്ടം എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് അയാൾ ഭിക്ഷ ചോദിക്കുന്നത്. പെട്ടെന്നൊരാൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് ഈ ഭിക്ഷക്കാരൻ കാണുന്നു. ഇതെന്ത് അത്ഭുതം, അയാൾ എങ്ങനെ ഇത്ര പെട്ടെന്ന് അവിടെ വന്നു? അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു മജീഷ്യനെ പോലെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യൻ കറുത്ത കൂളിംഗ് ഗ്ലാസ് എല്ലാം ധരിച്ച് വിചിത്രമായ രീതിയിൽ അവിടെ നിൽക്കുന്നു. ഇവനാണ് നമ്മുടെ മൂവിയിലെ ഹീറോ പ്രോട്ട്. ഈ സമയം റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോകുന്ന ഒരു മുത്തശ്ശിയുടെ കയ്യിലെ പണമെല്ലാം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാർ. താഴെ വീണ മുത്തശ്ശിയെ എഴുന്നേൽക്കാൻ സഹായിക്കുകയാണ് പ്രോട്ട്. എന്നാൽ ഈ സമയം അവിടെ എത്തിയ പോലീസ് പ്രോട്ടാണ് കള്ളനെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇയാളാണോ നിങ്ങളുടെ പണം മോഷ്ടിച്ചത് എന്ന് പോലീസ് മുത്തശ്ശിയോട് ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടുനിന്നിരുന്ന ഭിക്ഷക്കാരൻ അതിനിടയിൽ കയറി, സാർ, അയാൾ കുറ്റക്കാരനല്ല, കുറച്ച് ചെറുപ്പക്കാർ ചേർന്നാണ് അവരുടെ പണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയത് എന്ന് ഭിക്ഷക്കാരൻ പോലീസിനോട് പറയുന്നു. പോലീസിനും പ്രോട്ട് കുറ്റക്കാരനല്ലെന്ന് മനസ്സിലാവുന്നു. എന്നാലും അയാളുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട് സംശയം തോന്നിയ പോലീസ് അയാളെ ചോദ്യം ചെയ്യുന്നു. സാർ, നിങ്ങളൊരു യാത്രക്കാരനാണോ? നിങ്ങളുടെ ലഗേജ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ, എനിക്ക് ലഗേജിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പ്രോട്ട് മറുപടി പറയുന്നു. ഓക്കെ, നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് കാണിക്കൂ. ഞാനതിനെ ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടില്ല, പ്രകാശത്തിലൂടെ ട്രാവൽ ചെയ്താണ് ഇവിടെ എത്തിയത്. പ്രകാശത്തിലൂടെയോ? സാർ, നിങ്ങളുടെ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റാൻ സാധിക്കുമോ? സോറി, എനിക്കതിന് കഴിയില്ല. നിങ്ങളുടെ പ്ലാനറ്റ് വളരെ ബ്രൈറ്റ് ആണ്. പ്രോട്ടിന്റെ മറുപടികൾ കേട്ട പോലീസ് അയാൾ ഒരു മെന്റൽ ആണെന്ന് നിഗമനത്തിൽ എത്തുകയും പ്രോട്ടിനെ അവിടെ നിന്നും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ തയ്യാറാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും കണ്ട് പ്രോട്ട് ഭയപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അയാൾ ക്ഷമയോടെ ആകാശവും മറ്റും കാഴ്ചകളും ആസ്വദിക്കുകയാണ്. പ്രോട്ട് എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത് എന്നറിയാനായി പോലീസ് ആ ഭിക്ഷക്കാരനെ ചോദ്യം ചെയ്യുമ്പോൾ, മാഡം, അയാൾ ഒരു മജീഷ്യനെ പോലെ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. എനിക്കത് വിശ്വസിക്കാനായില്ല എന്നെല്ലാം ഭിക്ഷക്കാരൻ പറയുന്നു. എന്നാൽ പോലീസ് അത് വിശ്വസിക്കുന്നില്ല. ആ സീൻ അവിടെ കട്ടായി. ആ സിറ്റിയിലുള്ള ഒരു വലിയ മെന്റൽ ഹോസ്പിറ്റൽ കാണിക്കുന്നു. അവിടെയുള്ള ഡോക്ടർ മാർക്ക് ഒരു രോഗിയെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ മാനസിക പ്രശ്നം എന്താണെന്നാൽ എല്ലാത്തിനെയും ആ രോഗിക്ക് ഭയമായിരുന്നു. മരണപ്പെടുമോ എന്ന ഭയം. വൈറസ് സ്പ്രെഡ് ആവാതിരിക്കാൻ അയാൾ എപ്പോഴും മാസ്ക്, ഗ്ലൗ എന്നീ സാധനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇയാളുടെ പോലെ പലതരത്തിൽ മാനസിക രോഗമുള്ളവർ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലേക്ക് പുതിയതായി വന്ന ഒരു രോഗിയെ ഡോക്ടർ മാർക്ക് കാണുന്നു. അത് പ്രോട്ടായിരുന്നു. പ്രോട്ടിനെ കണ്ടതും ഡോക്ടർ മാർക്കിന് എന്തോ വ്യത്യാസമായി തോന്നി. അയാളുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിക്കാൻ ആരംഭിക്കുന്നു. ഹലോ പ്രോട്ട്, എൻ്റെ പേര് മാർക്ക് എന്ന് പറഞ്ഞ് ഡോക്ടർ മാർക്ക് പ്രോട്ടിന് പരിചയപ്പെടുത്തുന്നു. ഹലോ മാർക്ക്, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ചുവപ്പ് നിറത്തിലുള്ള ഫ്രൂട്ട് എടുത്തോട്ടെ, അതിൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ് എന്ന് പറഞ്ഞ് ആപ്പിൾ എടുത്ത് കഴിക്കുകയാണ് പ്രോട്ട്. ഓക്കെ പ്രോട്ട്, നിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് നിനക്കറിയാമോ? എനിക്കറിയാം. ഞാനൊരു മെന്റലാണെന്ന് തെറ്റിദ്ധരിച്ചാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. തെറ്റിദ്ധാരണയോ? അപ്പോൾ നിനക്ക് യാതൊരു കുഴപ്പവുമില്ലേ? ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. മേ ബി ഞാൻ വീട്ടിലായിരുന്നപ്പോൾ ചെറിയ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ബട്ട് ഇപ്പോൾ ഞാൻ ഓക്കെ ആണ്. നിന്റെ വീട് എന്നല്ലേ പറഞ്ഞത്? എവിടെയാണ് നിന്റെ വീട്? എൻ്റെ വീട് കാപ്പാക്സിലാണ് ഉള്ളത്. കാപ്പാക്സ് എന്ന് കേട്ടതും അതെന്താണെന്ന് അറിയാതെ, കാപ്പാക്സ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ മാർക്ക്. അതൊരു പ്ലാനറ്റ് ആണ് എന്ന് പ്രോട്ട് മറുപടി പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്ലാനറ്റ് ഉള്ള കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഇതുവരെയും ആ പ്ലാനറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. അത് ഭൂമിയിൽ നിന്നും 1000 പ്രകാശവർഷങ്ങൾക്കും അപ്പുറത്താണ്. അത്രയും ദൂരത്തിൽ നിന്ന് നീ എങ്ങനെ അപ്പോൾ ഇവിടെ എത്തി? പ്രകാശത്തെ ഉപയോഗിച്ച്. ഞങ്ങൾക്ക് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കാനാവും. ഭൂമിയിലുള്ള മനുഷ്യർക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഇനിയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. ഇതെല്ലാം കേട്ടിട്ടും വിശ്വസിക്കാതെ ഡോക്ടർ മാർക്ക് പ്രോട്ടിനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നീ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. നിന്റെ പ്ലാനറ്റിലും അപ്പോൾ ഇംഗ്ലീഷ് ആണോ ലാംഗ്വേജ്? ഡോക്ടർ, നിങ്ങൾ കരുതുന്നത് പോലെ ഇംഗ്ലീഷ് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞങ്ങളുടെ ലാംഗ്വേജ് ഇതിലും ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞ് പ്രോട്ട് അവൻ്റെ കാപ്പാക്സിയോൺ ലാംഗ്വേജ് പറഞ്ഞു കേൾപ്പിക്കുന്നു. ഓക്കെ പ്രോട്ട്, നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നീ മനുഷ്യരൂപത്തിലാണല്ലോ ഉള്ളത്. ഞാനിപ്പോൾ നിങ്ങളുടെ പ്ലാനറ്റിലാണ് ഉള്ളത്.
അതുകൊണ്ടാണ് ഹ്യൂമൻ ഫോമിലുള്ളത്. എൻ്റെ പ്ലാനറ്റിൽ ഞാൻ കാപ്പാക്സിയോൺ രൂപത്തിൽ ആയിരിക്കും. ആണോ? അപ്പോൾ കാപ്പാക്സിയോൺസ് എങ്ങനെയാണ്? അവർക്ക് കൈയും കാലുമൊക്കെ ഉണ്ടോ എന്ന് പ്രോട്ട് തമാശ രൂപേണ ചോദിക്കുന്നു. ഡോക്ടർ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാക്കാനാവില്ല എന്ന് പ്രോട്ട് മറുപടി പറയുന്നു. ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവനെ പോലെ ഒരുത്തൻ ആദ്യമാണ്. എങ്ങനെയെങ്കിലും ഇവനെ ചികിത്സിച്ച് സുഖപ്പെടുത്തണമെന്ന് ചിന്തിച്ചിരിക്കുകയാണ് ഡോക്ടർ മാർക്ക്. പ്രോട്ട് അവിടെയുള്ള രോഗികളുടെ ഒപ്പം ഇരിക്കുന്നു. എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് പ്രോട്ട്. അവിടെ ഒരു വയസ്സായ രോഗിയുണ്ടായിരുന്നു. പ്രോട്ടിനെ കണ്ട അയാൾ, ഹലോ, നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ കാപ്പാക്സിൽ നിന്നുമാണ് വരുന്നത്. അത് നിങ്ങളുടെ ഭൂമിയേക്കാൾ വലിയ പ്ലാനറ്റാണ്. ഞങ്ങൾക്ക് 7 മൂണും 2 സ്റ്റാർസുമുണ്ട് എന്നെല്ലാം പ്രോട്ട് അവിടെയുള്ള രോഗികളോട് പറയുകയാണ്. അവൻ ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ പറഞ്ഞവർ ഒന്നും തന്നെ ഇതൊന്നും വിശ്വസിച്ചിരുന്നില്ല. എന്നാൽ ഈ രോഗികളെല്ലാം അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുന്നു. പ്രോട്ട് ശരിക്കും കാപ്പാക്സിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് എന്ന് ആ രോഗികൾ വിശ്വസിക്കുന്നു. പ്രോട്ടിന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രൂട്ട്സ് ആയിരുന്നു. ഒരു പഴം കയ്യിലെടുക്കുന്ന പ്രോട്ട് അത് തോലോട് കൂടി കഴിക്കുന്നു. ആ സീൻ അവിടെ കട്ടാവുന്നു. ജോലിക്ക് ശേഷം ഡോക്ടർ മാർക്ക് വീട്ടിലേക്ക് പോകുന്നു. അയാൾ ഒരു നല്ല കുടുംബനാഥനായിരുന്നില്ല. ഏതു നേരവും തന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരുന്ന അയാൾ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്തിരുന്നില്ല. അയാളുടെ ആദ്യ വിവാഹത്തിൽ ഒരു മകനും ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ ആ മകനോട് ടൈം സ്പെൻഡ് ചെയ്യാനോ സംസാരിക്കാനോ പോലും തയ്യാറാവുന്നില്ല. ആ മകൻ ഒരു അനാഥയെ പോലെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പ്രോട്ടിനോടൊപ്പമുള്ള രോഗികളിൽ ചിലരെ പരിചയപ്പെടാം. ഇവനാണ് ഏർണി. ഇവന് എല്ലാ കാര്യത്തിനും ഭയമാണ്. രോഗങ്ങൾ വരുമോ മരണപ്പെടുമോ എന്നെല്ലാം ആലോചിച്ച് എപ്പോഴും മാസ്കും ഗ്ലൗസും ധരിക്കുകയും സാനിറ്റൈസറും ഉപയോഗിച്ച് ഏതു നേരവും ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇവന്റെ അസുഖം. മറ്റൊരാളാണ് സാൽ. ഇയാൾക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും ബാഡ് സ്മെൽ വരുന്നതായി തോന്നും. എല്ലാ വസ്തുക്കളിൽ നിന്നും ബാഡ് സ്മെൽ വരുന്നു എന്ന് പറഞ്ഞ് ഏതു സമയം പീർപ്പെടുത്തുകൊണ്ട് നടക്കും. ഇതാണ് ഹോവി. ഇയാൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ അസുഖങ്ങളൊന്നുമില്ല. അയാൾ ഒരു സാധാ മാനസിക രോഗിയാണ്. ഈ ലേഡിയാണ് ഡോറിസ്. താനൊരു രാജകുമാരിയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. ഒരുപാട് വർഷമായി ആ ഹോസ്പിറ്റലിലുണ്ട്. എന്നാൽ ഇതുവരെ അവളുടെ മുറി വിട്ട് പുറത്തു വരാൻ അവൾ തയ്യാറായിട്ടില്ല. ഡോക്ടേഴ്സ് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അവളെ പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല. ഏതു സമയവും മൂകതയിലിരിക്കുന്ന ഈ ലേഡിയാണ് ബെസ്. ഇവൾ ആരോടും ഒന്നും സംസാരിക്കില്ല. പ്രോട്ട് ഇവരോടെല്ലാം ദിവസം സംസാരിക്കുമെങ്കിലും ബെസ്സിനോട് മാത്രം സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. സംസാരിക്കാൻ ട്രൈ ചെയ്താലും അവൾ മറുപടി പറയാറില്ല. ഡോക്ടർ മാർക്ക് പ്രോട്ടിനെ വെച്ച് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം റിസൾട്ട് കാണുന്ന മാർക്കിന് തല പൊട്ടുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം മനുഷ്യർക്കൊരിക്കലും അൾട്രാവയലറ്റ് രശ്മികളെ കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ പ്രോട്ടിന് ആ രശ്മികളെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോട്ട് പറഞ്ഞതൊന്നും വിശ്വസിക്കാതിരുന്ന ഡോക്ടർ മാർക്ക് ഈ ടെസ്റ്റ് റിസൾട്ട് എല്ലാം കണ്ട ശേഷം അവൻ പറയുന്നത് സത്യമാണോ എന്ന് ചിന്തിക്കുന്നു. പ്രോട്ട് പറഞ്ഞതനുസരിച്ച് അവന്റെ പ്ലാനറ്റിൽ 2 സൂര്യനുണ്ടെങ്കിലും അത് നമ്മളുടെ സൂര്യനേക്കാളും പവർ കുറവുള്ളതായിരിക്കാം. അതുകൊണ്ട് അവിടെ പ്രകാശവും കുറവായിരിക്കും. ഇങ്ങനെ ചിന്തിച്ച മാർക്ക് അയാളുടെ മുറിയിലെ ലൈറ്റ് കുറച്ചു വെച്ച ശേഷം പ്രോട്ടിനെ സംസാരിക്കാനായി മുറിയിലേക്ക് വിളിക്കുന്നു. മുറിയിലേക്ക് വന്ന പ്രോട്ട്, എന്റെ പ്ലാനറ്റിലും ഇതുപോലെയാണ് ലൈറ്റ് എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തുള്ള കൂളിംഗ് ഗ്ലാസ് അഴിച്ചു മാറ്റുന്നു. സോ പറയൂ ഡോക്ടർ, എന്റെ അടുത്തു നിന്നും നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്ന് ചോദിക്കുകയാണ് പ്രോട്ട്. കാപ്പാക്സിൽ ഇവിടുത്തെ പോലെ കുട്ടികൾ, പേരൻസ്, ഫാമിലി, മാരേജ് അങ്ങനെയൊക്കെയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ മാർക്ക്. ഡോക്ടർ മാർക്ക്, നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കാപ്പാക്സിൽ അങ്ങനെ പാരൻസ്, വൈഫ്, ബേബീസ് അങ്ങനെയൊന്നുമില്ല. അവിടെ ഒരു കുട്ടി ജനിച്ചാൽ ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് ആ കുട്ടിയെ വളർത്തുക എന്ന് അതിന് മറുപടി പറയുകയാണ് പ്രോട്ട്. കാപ്പാക്സിൽ അപ്പോൾ ഗവൺമെന്റ് ഒന്നുമില്ലേ? ആരെങ്കിലും തെറ്റ് ചെയ്താൽ എങ്ങനെ ശിക്ഷിക്കും എന്ന് ചോദിക്കുകയാണ് മാർക്ക്. ഞങ്ങളുടെ പ്ലാനറ്റിൽ അങ്ങനെ ഗവൺമെന്റ്, ലോ അങ്ങനെയൊന്നും തന്നെയില്ല. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അവിടെ ആരും തെറ്റ് ചെയ്യാറില്ല. എന്താണെന്നാൽ തെറ്റ് ചെയ്യാൻ ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ കാപ്പാക്സിയോൺസ് ആണ് എന്ന് പറയുകയാണ് പ്രോട്ട്. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയാണ് ഡോക്ടർ മാർക്ക്. പ്രോട്ട് ഭൂമിയിലേക്ക് വന്നതിന് ഒരു കാരണമുണ്ട്. ഭൂമിയെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും പഠിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനും വേണ്ടിയാണ് അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും പ്രോട്ട് ഒരു പുസ്തകത്തിൽ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഒരു ദിവസം ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എല്ലാം ഡോക്ടർ മാർക്കിനെ വേഗം വരാൻ പറഞ്ഞ് വിളിക്കുന്നു. അവിടെ എത്തുന്ന മാർക്ക് കാണുന്നത് ഹോവി എന്ന വയസ്സായ രോഗി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതാണ്. ഹോവി, നിനക്കെന്ത് പറ്റി? എന്തിനാണ് പുറത്തേക്ക് നോക്കിയിരിക്കുന്നത് എന്ന് ഡോക്ടർ മാർക്ക് ചോദിക്കുമ്പോൾ, ഞാൻ ബ്ലൂബേർഡിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കാണുന്ന മരത്തിൽ ഒരു ബ്ലൂബേർഡ് വരും. അത് വന്നാൽ ഈ ഹോസ്പിറ്റലിലെ എല്ലാവരും ഒരുപാട് സന്തോഷിക്കും. ഇതുവരെ നടക്കാത്ത പല അത്ഭുതങ്ങളും സംഭവിക്കും എന്ന് പറയുകയാണ് ഹോവി.
എന്തൊക്കെയാണ് നീ പറയുന്നത്? അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കുമെങ്കിൽ ഞങ്ങൾ ഒരുപാട് നാളായി റൂമിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ ശ്രമിക്കുന്ന ആ ഡോറിസ് പുറത്തേക്ക് വരുമോ? നിന്നോടാരാണ് ഈ മണ്ടത്തരങ്ങളെല്ലാം പറഞ്ഞത് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ പ്രോട്ടാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത്. ആ ബെഡ് വന്നാൽ ഇവിടെ ഒരുപാട് മിറാക്കിൾ സംഭവിക്കുമെന്നും അവൻ എന്നോട് പറഞ്ഞു. അത് മാത്രമല്ല, അവൻ എനിക്ക് 3 ടാസ്ക് തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ടാസ്കാണിത്. ആ 3 ടാസ്കും ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും എനിക്ക് വീട്ടിലേക്ക് പോവാനാവുമെന്നും അവൻ പറഞ്ഞു. ഇങ്ങനെ പറയുകയാണ് ഹോവി. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന ഡോക്ടർ മാർക്ക് പ്രോട്ടിന്റെ അടുത്തേക്ക് പോകുന്നു. നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നിന്റെ അവസ്ഥ തന്നെ വളരെ മോശമാണ്. ബാക്കിയുള്ളവരെ കൂടി നീ എന്തിനാണ് ഓരോ കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറയുകയാണ് മാർക്ക്. ഡോക്ടർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും അവർക്ക് നേരെ വരുന്ന പ്രശ്നങ്ങളെ അവർക്ക് തന്നെ പരിഹരിക്കാനുള്ള കഴിവുണ്ട്. എല്ലാ ശക്തിയും നമ്മൾക്കുള്ളിലാണ് ഉള്ളത്. സപ്പോസ് ഒരു കൈ മുറിഞ്ഞു പോയാലും അത് തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവ് വരെ മനുഷ്യനുണ്ട്. പക്ഷേ ഇത് ചെയ്യാൻ മാത്രം മനുഷ്യൻ ഇപ്പോൾ ഇവോൾവ് ആയിട്ടില്ല. പക്ഷേ ആ ശക്തി ഇപ്പോഴും നിങ്ങൾക്കുള്ളിലുണ്ട് എന്ന് പറയുകയാണ് പ്രോട്ട്. ഇതെല്ലാം കേട്ട് ഒന്നും മനസ്സിലാവാതെ വീട്ടിലേക്ക് പോവുകയാണ് ഡോക്ടർ മാർക്ക്. രാത്രി മുഴുവൻ അയാൾ ഇതിനെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു. അയാളുടെ ഭാര്യയും മകളും അവിടെ പിയാനോ വായിക്കുകയായിരുന്നു. ഇത് കണ്ട മാർക്ക് ഡോർ അടച്ച് അവിടെ നിന്നും പോകുന്നു. അയാൾ എപ്പോഴും ഇങ്ങനെയാണ്, ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറില്ല. പ്രോട്ട് പറയുന്നതെല്ലാം തെറ്റാണെന്നും അവൻ പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്റ്റാർ, പ്ലാനറ്റ് ഒന്നും തന്നെയില്ല എന്നും അവനെ വിശ്വസിപ്പിക്കാനായി ഡോക്ടർ മാർക്ക് പ്രോട്ടിനെയും കൊണ്ട് ഒരു ഒബ്സർവേറ്ററിയിലേക്ക് പോകുന്നു. അവിടെ ഒരുപാട് വലിയ സയന്റിസ്റ്റുകളും ഉണ്ടായിരുന്നു. അവിടെ ബഹിരാകാശത്തെക്കുറിച്ച് മനുഷ്യരുടെ അടുത്തുള്ള എല്ലാ ഡാറ്റാസ് ഉപയോഗിച്ച് ഒരു 3D രൂപത്തിൽ അവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, പറയൂ മിസ്റ്റർ പ്രോട്ട്, നിങ്ങൾ പ്രകാശത്തിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് പറഞ്ഞല്ലോ. അത് എങ്ങനെയാണ് സാധ്യമാവുന്നത് എന്ന് സയന്റിസ്റ്റുകൾ ചോദിക്കുന്നു. സർ, എനിക്കത് നിങ്ങളോട് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. എന്നാൽ അതെല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ബ്രെയിനിന് അത് പ്രോസസ്സ് ചെയ്യാനാവാതെ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നശിച്ചു പോകും. കാരണം ഇതെല്ലാം കണ്ടുപിടിക്കാൻ മനുഷ്യർ ഇനിയും ഇവോൾവ് ആവേണ്ടതുണ്ട്. ഒരു ചെറിയ ബീം ഓഫ് ലൈറ്റിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറം പവർ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണ് പ്രോട്ട്. ഇതെല്ലാം കേട്ട സയന്റിസ്റ്റ്, ഓക്കെ, നീ കീപാക്സിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞില്ലേ? നിന്റെ മുൻപിൽ ലക്ഷക്കണക്കിന് സ്റ്റാർസ് ഉണ്ട്. അതിൽ നിങ്ങളുടെ സ്റ്റാറിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കാണിക്കാമോ? ഇത് കേട്ടതും പ്രോട്ട് അവരുടെ സോളാർ സിസ്റ്റം വരഞ്ഞു കാണിക്കുന്നു. 2 സ്റ്റാർ, ആ 2 സ്റ്റാറുകളെ ചുറ്റുന്ന കേപാക്സ് എന്ന പ്ലാനറ്റ്, അതിനെ ചുറ്റുന്ന 6 മൂണുകൾ, ഇങ്ങനെ ഒരു മോഡൽ അതിന്റെ ഫോർമുലയോട് കൂടി വരച്ചു കാണിക്കുന്നു. ഇതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ ഇരിക്കുകയാണ് അവിടെയുള്ള സയന്റിസ്റ്റുകൾ. എങ്ങനെയാണ് പ്രോട്ടിന് ഈ ഫോർമുലകൾ അറിഞ്ഞത് എന്ന് ചോദിക്കുകയാണ് സയന്റിസ്റ്റുകൾ. കാരണം മനുഷ്യർക്കിടയിൽ തന്നെ ചില സയന്റിസ്റ്റുകൾക്ക് മാത്രമാണ് ഇത്രയും ഡിഫിക്കൽട്ടായ ഈ ഫോർമുല അറിയുക. ഈ ഫോർമുല എല്ലാം കാപാക്സിലുള്ള ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്നതാണ് എന്ന് മറുപടി പറയുകയാണ് പ്രോട്ട്. ഇതെല്ലാം കേട്ട് വിശ്വസിക്കാനാവാതെ കിളിപോയിരിക്കുകയാണ് സയന്റിസ്റ്റുകൾ. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മാർക്കിന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ഒരു പക്ഷേ പ്രോട്ടിന് അസുഖം വരുന്നതിന് മുമ്പ് അയാൾ ഒരു സയന്റിസ്റ്റ് ആയിരുന്നേക്കാം എന്ന് കരുതുകയാണ് മാർക്ക്. എന്നാൽ അതിനും തെളിവൊന്നും തന്നെയില്ല. ആ സീൻ അവിടെ കട്ടായി. ഹോസ്പിറ്റലിൽ ഹോവി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്ലൂ ബേർഡ് അയാൾക്ക് മുൻപിൽ മരത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കണ്ടതും വിശ്വസിക്കാനാവാതെ ബ്ലൂ ബേർഡ് എന്ന് അലറി വിളിക്കുകയാണ് ഹോവി. അവിടെയുള്ള ജനലുകളെല്ലാം ഓപ്പൺ ചെയ്ത് ആ ബ്ലൂ ബേർഡിനെ അയാൾ മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുന്നു. ഇത് കേട്ട് അവിടെയുള്ള രോഗികളെല്ലാം ജനലിനടുത്തേക്ക് ഓടി വരുന്നു. ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ് അവരെല്ലാം കൈകൊട്ടി സന്തോഷിക്കുകയാണ്. ഈ ശബ്ദമെല്ലാം കേട്ട ഡോക്ടർ മാർക്ക് അവിടെ വന്ന് നോക്കുന്നു. അത് വെറും ഒരു സാധാരണ ബ്ലൂ ബേർഡ് ആണ്. എന്നാൽ അതിനെ കണ്ടിട്ട് എന്തിനാണ് ഇവർ ഇത്രയും സന്തോഷിക്കുന്നത് എന്ന് ഡോക്ടർ മാർക്കിന് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് ഡോക്ടർ മാർക്ക് അവിടെ ഒരു അത്ഭുതം കാണുന്നത്. ഇത്രയും വർഷങ്ങളായി റൂം വിട്ട് പുറത്തു വരാതിരുന്ന ഡോറിസ് എന്ന ആ ലേഡി അവരുടെ മുറിയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നു. ബ്ലൂ ബേർഡ് ആണോ വന്നത്? ബ്ലൂ ബേർഡ് എന്ന് പറഞ്ഞ് അവർ ആ ബേർഡിനെ കാണാനായി പോകുന്നു. ഡോക്ടർ മാർക്കിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. പ്രോട്ടും ഇതെല്ലാം കണ്ട് അവിടെ തന്നെയുണ്ട്. ഈ സമയം പ്രോട്ട് ഹോവിന്റെ ചെവിയിൽ എന്തോ പറയുന്നതായി കാണുന്നു. ഹോവിനുള്ള അടുത്ത ടാസ്ക് ആയിരിക്കാം അത്. പ്രോട്ട് പറഞ്ഞതുപോലെ ബ്ലൂ ബേർഡിനെ കണ്ടതും അവിടെയുള്ളവരെല്ലാം സന്തോഷിക്കുകയും മിറാക്കിൾ സംഭവിക്കുകയും ഡോറിസ് മുറിവിട്ട് പുറത്തു വരികയും ചെയ്തു. എന്നാൽ ബെസ് എന്ന ലേഡി മാത്രം ഇതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അന്ന് രാത്രി ബെസ് എന്ന ലേഡി പ്രോട്ടിന്റെ അടുത്തേക്ക് വരുന്നു. നീ ആരാണെന്ന് എനിക്കറിയാം, നീയാണ് ആ ബ്ലൂ ബേർഡ് എന്ന് പറയുന്നു. ഇത് കേട്ട പ്രോട്ട് ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചതിന് ശേഷം നീ പോയി ഉറങ്ങു ബെസ് എന്ന് പറയുന്നു. സോ ആരോടും സംസാരിക്കാത്ത ബെസ്സും പ്രോട്ടിനോട് സംസാരിക്കുന്നു.
അടുത്ത ദിവസം അവിടെയുള്ള രോഗികളോടെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രോട്ട്. ഈ സമയം അവിടെയുള്ള സാൽ എന്ന രോഗി പ്രോട്ടിനെ തനിച്ച് സംസാരിക്കാനായി വിളിക്കുന്നു. ഈ സ്ഥലം മുഴുവൻ ബാഡ് സ്മെല്ലാണ്. കഴിഞ്ഞ 10 വർഷമായി ഞാനിവിടെ ഇതെല്ലാം സഹിച്ച് താമസിക്കുന്നു. ഇനിയും എനിക്ക് സാധിക്കില്ല. ഇവിടെയുള്ള എല്ലാവരെയും ബാഡ് സ്മെല്ലാണ്. എന്നാൽ നിന്നെ മാത്രം ബാഡ് സ്മെല്ലില്ല. നീ പ്രകാശത്തിലൂടെ സഞ്ചരിക്കുമെന്ന് പറഞ്ഞില്ലേ? ആ ടെക്നിക് എനിക്കും കൂടെ പഠിപ്പിച്ചു തരുമോ? ഞാൻ ദൂരെ എവിടെയെങ്കിലും പൊക്കോളാം എന്ന് പറയുകയാണ് സാൽ. ഇതെല്ലാം കേട്ട പ്രോട്ട്, എൻ്റെ പ്ലാനറ്റിൽ ഒരു ഫ്ലവർ ഉണ്ട്. യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ളതും സുഗന്ധമുള്ളതുമായ ഫ്ലവറാണത്. ആ ഫ്ലവറിനെ പോലെയാണ് സാൽ നീയും എന്ന് പറയുകയാണ് പ്രോട്ട്. ഇത് കേട്ട സാൽ, എനിക്കും ആ സുഗന്ധം അറിയണമെന്നുണ്ട്. എന്നെയും കേപാക്സിലേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കുകയാണ് സാൽ. എന്നാൽ പ്രോട്ടിന് ഭൂമിയിൽ നിന്നും ഒരാളെ മാത്രമേ കേപാക്സിലേക്ക് കൊണ്ടുപോകാനാവൂ എന്ന് പറയുന്നു. ഇത് കേട്ടതും അവിടെയുള്ള എല്ലാ രോഗികളും ഞാനാണ് പോകുന്നത് എന്ന് പറഞ്ഞ് അവിടെ വഴക്കിടാനായി ആരംഭിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞ ഡോക്ടർ മാർക്ക് പ്രോട്ടിനെ അടുത്ത് വിളിച്ചു സംസാരിക്കുന്നു. നോക്കൂ പ്രോട്ട്, നിനക്ക് പോലും ഹോസ്പിറ്റലിൽ നിന്നും പുറത്തു പോവാനാവില്ല. നീ കേപാക്സിലേക്ക് പോകുമെന്ന് പറയുന്നു. അതുമാത്രമല്ല കൂടെ ഒരാളെ കൊണ്ടുപോകുമെന്നും പറയുന്നു. ഇവിടെയുള്ളവരെല്ലാം ആ കാര്യം പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ മാർക്ക്, ഞാൻ തന്നെ അവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് എൻ്റെ കൂടെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയുകയാണ് പ്രോട്ട്, നിനക്കിവിടെ നിന്നും പോവാനാവില്ല, അത് മനസ്സിലാക്ക്. ശരി, നീ എപ്പോഴാണ് കേപാക്സിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഡോക്ടർ മാർക്ക്. ജൂലൈ 27 മോർണിംഗ് 5:51 ഞാൻ പോകുമെന്ന് പറയുകയാണ് പ്രോട്ട്. ഇവൻ എന്താണ് പറയുന്നത് എന്ന് ഡോക്ടർ മാർക്കിന് മനസ്സിലാവുന്നില്ല. രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ മാർക്ക്. പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി എണീക്കുന്നു. ജൂലൈ 27 എന്ന് പിറുപിറുത്തുകൊണ്ട് എണീറ്റ് ടേബിളിനടുത്തേക്ക് പോകുന്നു. മാർക്കോയുടെ വൈഫും മകളും ഇതെല്ലാം കേട്ട് എണീക്കുന്നു. അവർ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. ഡോക്ടർ മാർക്ക് ഏത് സമയവും അയാളുടെ രോഗികളെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത്. ഫാമിലിയെക്കുറിച്ച് അയാൾ ആലോചിക്കുന്നത് പോലുമില്ല. അടുത്ത ദിവസം ഡോക്ടർ മാർക്ക് പ്രോട്ടിനെ ലഞ്ചിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവിടെ എത്തിയ പ്രോട്ടിനെ കണ്ടതും കുട്ടികൾ എന്തോ വ്യത്യാസമായി നോക്കുന്നു. പ്രോട്ട് നേരി പോകുന്നത് അവിടെയുള്ള ഒരു ഡോഗിന്റെ അടുത്തേക്കാണ്. ശേഷം അതിനോട് ഡോഗിന്റെ ഭാഷയിൽ സംസാരിക്കുകയും കുട്ടികളെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു. നോക്കൂ കുട്ടികളെ, ഈ ഡോഗിന് ഒരു സൈഡ് ചെവി കേൾക്കില്ല. അതുമാത്രമല്ല, ഇതിന് ഏറ്റവും പ്രിയപ്പെട്ട ടോയായ ഒരു ടെന്നീസ് ഷൂ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഡോഗ് പറയുന്നത്. ഇങ്ങനെ പ്രോട്ട് കുട്ടികളോടായി പറയുന്നു. ഇത് കേട്ടതും ആ കുട്ടികൾ ഷോക്കാവുന്നു. എന്താണെന്നാൽ അവർ ശരിക്കും ഒരു ടെന്നീസ് ഷൂ ഒളിപ്പിച്ചു വെച്ചിരുന്നു. സോ പ്രോട്ടിന് അനിമൽസിന്റെ ലാംഗ്വേജും മനസ്സിലാവുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ലഞ്ചിന് ബർഗർ, പിസ്സ ഒന്നും ഇഷ്ടമില്ലാത്ത പ്രോട്ട് അവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കുന്നു. ഇത് കാണുന്ന കുട്ടികൾ ചിരിക്കുമ്പോൾ പ്രോട്ട് തിരിച്ചും പുഞ്ചിരിക്കുന്നു. അതിനുശേഷം ഡോക്ടർ മാർക്കിന്റെ വീട്ടിലെ ഫോട്ടോസ് എല്ലാം നോക്കിയാണ് പ്രോട്ട്. അതിൽ നിന്നും ആദ്യ വിവാഹത്തിൽ ഒരു മോനുണ്ടെന്നും അവൻ ഇപ്പോൾ ഓർഫൻ പോലെ തനിച്ച് ജീവിക്കുകയാണെന്നും പ്രോട്ട് മനസ്സിലാക്കുന്നു. ഗാർഡനിലെ പൈപ്പിൽ നിന്നും വെള്ളം തെറിക്കുന്നത് കാണുന്ന കുട്ടികൾ സന്തോഷത്തോടെ അതിൽ ചാടിക്കളിക്കുന്നു. മാർക്കിന്റെ ചെറിയ മോൾ പ്രോട്ടിനോടും ജോയിൻ ചെയ്യാനായി പറയുന്നു. എന്നാൽ പ്രോട്ട് അങ്ങോട്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പിടിച്ചു നിർത്തുന്നു. ഈ സമയം അവന്റെ ദേഹത്ത് വെള്ളമായതും പ്രോട്ട് വ്യത്യാസമായി പെരുമാറുന്നു. എല്ലാവരും ഓടി വന്ന് പ്രോട്ടിനെ പിടിച്ചു നിർത്തുന്നു. പൈപ്പ് ഓഫാക്കിയതിനു ശേഷമാണ് പ്രോട്ട് നോർമലാവുന്നത്. അവന്റെ ദേഹത്ത് വെള്ളമായതും എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പെരുമാറിയതെന്നും ആർക്കും മനസ്സിലാവുന്നില്ല. അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഡോക്ടർ മാർക്ക് അവിടെയെല്ലാം പ്രോട്ടിനെ അന്വേഷിക്കുന്നു. എന്നാൽ കാണാൻ സാധിക്കുന്നില്ല. അവൻ എവിടെ പോയെന്ന് അവിടെയുള്ള രോഗികളോട് ചോദിക്കുമ്പോൾ പ്രോട്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി നോർത്ത് സൈഡിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ചു ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പറയുന്നു. ഇത് കേട്ട ഡോക്ടർ മാർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ വീട്ടിലേക്ക് പോവാനായി നിൽക്കുമ്പോൾ ജനലിനുള്ളിലൂടെ ഒരു കാഴ്ച കാണുന്നു. പ്രോട്ട് മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നു. അവിടെ എത്തിയ ഡോക്ടർ, 2 ദിവസമായി നീ ഈ മരത്തിലായിരുന്നോ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഡോക്ടർ, ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കാനായി നോർത്ത് സൈഡിലേക്ക് പോയിരുന്നു എന്ന് പറയുന്നു. ഈ പറയുന്നതൊന്നും വിശ്വസിക്കാത്ത ഡോക്ടർ മാർക്ക് പ്രോട്ടിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ആരംഭിക്കുന്നു. തുടക്കമായതിനാൽ അധികം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ സാധാരണ ചോദ്യങ്ങളാണ് മാർക്ക് ചോദിക്കുന്നത്. എന്നാൽ അപ്പോഴും എൻ്റെ പേര് പ്രോട്ട്, ഞാൻ കേപാക്സിനിൽ നിന്ന് വരുന്നു എന്നെല്ലാമാണ് പ്രോട്ട് പറയുന്നത്. എന്നാൽ ഒരു പോയിന്റിൽ വെച്ച് അവൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നു. ഒരു വീട്, ആ വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു, ഇങ്ങനെയെല്ലാം അവൻ പറയുന്നു. ഇതെല്ലാം കേട്ട ഡോക്ടർ മാർക്ക് അമേരിക്കയിൽ വീട്ടിൽ വെച്ച് നടന്ന കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്നു.
ഈ സമയം അവിടെയുള്ള രോഗികളെല്ലാം ഞാനാണ് പ്രോട്ടിന്റെ കൂടെ കാപാക്സിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ് വഴക്കിടുകയാണ്. അവിടെ എത്തിയ ഹോവി അവർക്കെല്ലാം ഓരോ പേപ്പർ നൽകി. നിങ്ങൾ എന്തിനാണ് കാപാക്സിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ കാരണം എഴുതി നൽകാൻ പറയുന്നു. എല്ലാവരും അവരുടേതായ കാരണങ്ങൾ അതിലെഴുതാൻ ആരംഭിക്കുന്നു. സോ ജൂലൈ 27 ഈ ലെറ്റർ എല്ലാം പ്രോട്ടിന് നൽകണം. അതെല്ലാം വായിച്ച ശേഷം ഒരാളെ അവൻ അവിടെ നിന്നും കാപാക്സിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ മാർക്ക് വീണ്ടും പ്രോട്ടിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ആരംഭിക്കുന്നു. എന്നാൽ ഇത്തവണ കുറച്ച് ആഴത്തിൽ കാര്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഇത്തവണ പ്രോട്ട് വേറൊരാളെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൂടാതെ സാറ, റബേക്ക എന്ന 2 പേരുകളും അവൻ പറയുന്നു. അതിൽ കൂടുതൽ അവനൊന്നും പറയുന്നില്ല. പ്രോട്ടിന് അവന്റെ പാസ്റ്റിൽ എന്തൊക്കെയോ മോശം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ മെന്റലായത് എന്ന നിഗമനത്തിൽ എത്തുകയാണ് മാർക്ക്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഡോക്ടർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് പ്രോട്ട് റിപ്പോർട്ട് എഴുതാനായി ഉപയോഗിച്ചിരുന്ന പെൻസിലിൽ ഒരു സിറ്റിയുടെ പിൻകോഡ് ഡോക്ടർ മാർക്ക് ശ്രദ്ധിക്കുന്നത്. അതേത് സിറ്റിയാണെന്നും ആ സിറ്റിയിൽ വീട്ടിൽ വെച്ച് സാറ, റബേക്ക എന്നീ ആളുകൾ ജൂലൈ 27, 1996 കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇന്റർനെറ്റിൽ നോക്കി ഡോക്ടർ മാർക്ക് കണ്ടുപിടിക്കുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായി ആ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഡോക്ടർ മാർക്ക്. ഈ സമയം ഹോസ്പിറ്റലിൽ എല്ലാത്തിനെയും ഭയപ്പെട്ട് മാസ്കും ധരിച്ചു നടന്നിരുന്ന ഏർണി എന്ന രോഗിയുടെ അസുഖമെല്ലാം ഭേദമായിരിക്കുന്നു. അതെങ്ങനെയാണെന്നാൽ ഏർണി ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആരോ വന്ന് അയാളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് മനുഷ്യനെപ്പോൾ വേണമെങ്കിലും മരിക്കാം, ജീവിച്ചിരിക്കുന്ന കാലം സന്തോഷത്തോടെ ജീവിക്കുകയാണ് വേണ്ടതെന്ന് ഏർണി മനസ്സിലാക്കുന്നത്. ഇത് മനസ്സിലാക്കിയ ഏർണി തന്നെ അവന്റെ മൈൻഡ് ശരിയാക്കുന്നു. അസുഖമെല്ലാം മാറി നോർമലാവുന്നു. ഏർണിയുടെ അസുഖം മാറിയതെല്ലാം നല്ലത് തന്നെ. പക്ഷേ അയാളുടെ കഴുത്തിൽ ഞെരിച്ചത് ആരാണ്? അത് ഹോവി ആയിരുന്നു. എന്താണെന്നാൽ പ്രോട്ട് ഹോവിക്ക് നൽകിയ സെക്കൻഡ് ടാസ്ക് അതായിരുന്നു. തേർഡ് ടാസ്ക് കൂടി കംപ്ലീറ്റ് ചെയ്താൽ അയാളുടെ അസുഖമെല്ലാം മാറുമെന്നാണ് പ്രോട്ട് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ മാർക്ക് പ്രോട്ടിനെ കുറിച്ച് അന്വേഷിക്കാനായി ആ കൊലപാതകം നടന്ന നാട്ടിലേക്ക് പോകുന്നു. അവിടെ എത്തിയതും അയാൾ കാണുന്നത് പൊട്ടിപ്പൊളഞ്ഞ ഒരു പഴയ വീടാണ്. ഈ കൊലപാതകത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് ഡോക്ടർ മാർക്കിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പ്രോട്ട് എന്ന പേരിൽ ഹോസ്പിറ്റലിൽ ഉള്ളയാളുടെ റിയൽ നെയിം റോബർട്ട് എന്നാണ്. റോബർട്ടിന് സാറ എന്ന പേരിൽ ഒരു ഭാര്യയും റബേക്ക എന്ന പേരിൽ ഒരു മകളും ഉണ്ടായിരുന്നു. റോബർട്ടിന്റെ ലോകം തന്നെ അവർ 2 പേരുമായിരുന്നു. ഒരു ദിവസം റോബർട്ട് വീട്ടിലില്ലാത്ത സമയം അവിടെ അതിക്രമിച്ചു കയറിയ ഒരു കള്ളൻ സാറയെയും റബേക്കയെയും കൊലപ്പെടുത്തുകയും അവിടെയുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയും ചെയ്തിരുന്നു. വീട്ടിലേക്കെത്തിയ റോബർട്ട് കാണുന്നത് അവരുടെ മൃതശരീരങ്ങളാണ്. ദേഷ്യം വന്ന റോബർട്ട് ആ കള്ളനെ കൊലപ്പെടുത്തുന്നു. എന്നാൽ ഭാര്യയുടെയും മകളുടെയും വിയോഗം അയാൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. ഗാർഡനിലേക്ക് വന്ന് തന്റെ കയ്യിൽ ആയ ആ രക്തക്കറ കഴുകിക്കളയുകയാണ് റോബർട്ട്. സോ അതുകൊണ്ടാണ് മാർക്കിന്റെ വീട്ടിൽ വെച്ച് ഗാർഡനിലെ വെള്ളം ദേഹത്ത് വീണപ്പോൾ പ്രോട്ട് അസ്വസ്ഥനായത്. സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യാനായി പോകുന്ന റോബർട്ടിനെ അവിടെ വെച്ചായിരിക്കാം മെന്റൽ പ്രോബ്ലം വന്നതും പ്രോട്ട് എന്ന ക്യാരക്ടറായി മാറിയതും എന്ന നിഗമനത്തിൽ എത്തുകയാണ് ഡോക്ടർ മാർക്ക്. അവിടെ നിന്നും വീട്ടിലേക്ക് എത്തുന്ന മാർക്ക് അയാളുടെ ഭാര്യയെയും മകളെയും സ്നേഹത്തോടെ നോക്കുന്നു. നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടു പോകുമ്പോഴാണ് അവരുടെ വില നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് കൂടെയുള്ളപ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കണമെന്ന് മനസ്സിലാക്കുകയാണ് ഡോക്ടർ മാർക്ക്. ഫാമിലിയുടെ കൂടെ ഇനിയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ് മാർക്ക്. സോ നാളെയാണ് ജൂലൈ 27. പ്രോട്ട് കാപാക്സിലേക്ക് പോകുന്ന ദിവസം. അവിടെയുള്ള രോഗികളെല്ലാം അവർ എന്തിനാണ് കാപാക്സിലേക്ക് പോവാൻ ആഗ്രഹിക്കുന്നത് എന്ന റീസൺ എഴുത്ത് ഹോവിക്ക് കൊടുക്കുന്നു. പ്രോട്ട് ഡോക്ടർ മാർക്കിനെ കാണാനായി പോകുന്നു. ഓക്കെ ഡോക്ടർ മാർക്ക്, നാളെയാണ് ഞാൻ കാപാക്സിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ ഡോക്ടർ? നിങ്ങളുടെ ഈ പ്ലാനറ്റ് അത് അടിപൊളിയാണ്. ഇതുപോലെയൊരു പ്ലാനറ്റ് യൂണിവേഴ്സിൽ പോലും കാണാൻ സാധിക്കില്ല. 50 പ്ലാനറ്റുകളിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എല്ലാം ഈ ഒരൊറ്റ പ്ലാനറ്റിൽ തന്നെയുള്ളത്. ശരിക്കും നിങ്ങളെല്ലാം വളരെ സ്പെഷ്യലാണ്. ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഇവിടെ മിസ് ചെയ്യും. നിങ്ങളെയും ഞാൻ മിസ് ചെയ്യും ഡോക്ടർ മാർക്ക് എന്ന് പറയുകയാണ് പ്രോട്ട്. ഇതെല്ലാം കേട്ട ഡോക്ടർ മാർക്ക്, നിന്റെ പേര് റോബർട്ട് എന്നാണ്. പാസ്റ്റിൽ നടന്ന ഒരുപാട് മോശം കാര്യങ്ങൾ കാരണമാണ് നിനക്ക് അസുഖം വന്നത് എന്നെല്ലാം പ്രോട്ടിനോട് തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ടുനിന്ന പ്രോട്ട്, നാളെ എനിക്ക് തിരിച്ചു പോകണം. ഞാൻ പോയതിനു ശേഷം റോബർട്ടിനെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് പറയുകയാണ് പ്രോട്ട്. അതുമാത്രമല്ല ഡോക്ടർ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ? നമ്മുടെ ഈ യൂണിവേഴ്സ് അത് ഓരോ നിമിഷവും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് പിന്നെയും ചെറുതാവാൻ ആരംഭിക്കും. വീണ്ടും ഒരു ബിഗ് ബാങ് സംഭവിക്കും.
എല്ലാം വീണ്ടും റിപ്പീറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യുന്നത് എല്ലാം വീണ്ടും ഒരു ലൂപ്പ് പോലെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഡോക്ടർ, നിങ്ങൾ നിങ്ങളുടെ മകനോട് പോയി സംസാരിക്കണം. നിങ്ങളില്ലാതെ അവൻ ഒരു അനാഥനെ പോലെ വളരുകയാണ്. അവന് ഒരു അച്ഛനെ വേണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് പ്രോട്ട്. നേരെ പോകുന്നത് പേഷ്യൻസിന്റെ അടുത്തേക്കാണ്. അവരെഴുതിയ ലെറ്ററെല്ലാം അവൻ വാങ്ങുന്നു. ആരും ഉറങ്ങാതെ അവനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പറയൂ പ്രോട്ട്, ഞങ്ങളിൽ ആരെയാണ് നീ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആരാണോ ആദ്യം ഉറങ്ങുന്നത് അവർക്ക് എക്സ്ട്രാ പോയിന്റ് എന്ന് പറയുകയാണ് പ്രോട്ട്. ഇത് കേട്ടതും എല്ലാവരും വേഗം ഉറങ്ങാനായി പോകുന്നു. ബെസ് എന്ന ആ ലേഡിയും അവിടെ നിന്നും പോകുന്നു. അവൾ ലെറ്റർ എഴുതിയിരുന്നുവെങ്കിലും അത് പ്രോട്ടിന് കൊടുത്തിരുന്നില്ല. ലെറ്റർ അവിടെ തന്നെ ചുരുട്ടിയെറിഞ്ഞാണ് അവൾ പോകുന്നത്. അത് പ്രോട്ട് കണ്ടിരുന്നു. ആ ഹോവി എന്നയാൾ പ്രോട്ടിനടുത്ത് വന്ന് എൻ്റെ അവസാനത്തെ ടാസ്ക് എന്താണെന്ന് ചോദിക്കുകയാണ്. നീ ഇവിടെ തന്നെ ഉണ്ടാവണം ഹോവി, എന്ത് സംഭവിച്ചാലും അത് ഫേസ് ചെയ്യണം എന്ന് പറയുകയാണ് പ്രോട്ട്. ഇത് കേട്ടതും ഹോവിക്കും ഒരു ധൈര്യം വന്നതുപോലെ തോന്നുന്നു. പ്രോട്ട് അവിടെയുള്ള എല്ലാ ലെറ്ററും വായിക്കാൻ ആരംഭിക്കുന്നു. ബെസ് അവിടെ ചുരുട്ടിയെറിഞ്ഞ ലെറ്ററും അവനെടുത്തു വെക്കുന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ മാർക്ക് എണീക്കുകയും ക്യാമറയിലൂടെ പ്രോട്ടിനെ നിരീക്ഷിക്കുകയും ചെയ്യുന്നു. പ്രോട്ട് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. സൂര്യനിൽ നിന്നും വരുന്ന ആദ്യത്തെ പ്രകാശത്തിലൂടെയാണ് അവൻ സഞ്ചരിക്കാൻ പോകുന്നത്. ഈ സമയം സൂര്യൻ ഉദിച്ചിരുന്നു. അവൻ അവിടെ നിന്നും പോവാൻ സമയമായിരിക്കുന്നു. ഈ സമയം അവിടെയുള്ള ക്യാമറകളെല്ലാം തന്നെ വർക്കാവാതിരിക്കുകയാണ്. ഇത് കണ്ട ഡോക്ടർ മാർക്ക് പ്രോട്ടിന്റെ റൂമിലേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ എത്തുന്ന ഡോക്ടർ മാർക്ക് കാണുന്നത് താഴെ വീണുകിടക്കുന്ന പ്രോട്ടിനെയാണ്. പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറിൽ കിടത്തി അവന് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാനായി അവിടെ നിന്നും കൊണ്ടുപോവുകയാണ് ഡോക്ടർ മാർക്ക്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെയുള്ള പേഷ്യൻസ്. ഇത് പ്രോട്ടൊന്നുമല്ല, വേറെ ആരോ ആണ്. പ്രോട്ട് കേപാക്സിലേക്ക് പോയി എന്നെല്ലാം പറയുകയാണ് അവർ. ഈ സമയമാണ് ബെസ് അവിടെയില്ല എന്ന കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ബെസ്സിനെയും കൂടിയാണ് അവൻ കേപാക്സിലേക്ക് പോയിരിക്കുന്നത് എന്ന് അവർ കരുതുന്നു. എമർജൻസി റൂമിലേക്ക് കൊണ്ടുപോയ പ്രോട്ട്, അതായത് റോബർട്ട്, ഇപ്പോൾ കോമയിലാണ്. അയാൾക്ക് കേൾക്കാനും കാണാനും സാധിക്കും, എന്നാൽ റിയാക്ട് ചെയ്യാനാവില്ല. റോബർട്ടിനെ ഇപ്പോൾ കെയർ ചെയ്യുന്നതും ഡോക്ടർ മാർക്കാണ്. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഡോക്ടർ മാർക്ക് മകനെ കാണാനായി പോവുകയും അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് കേപാക്സ് എന്ന ഈ മൂവി അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? ഇനിയും ഇതുപോലെയുള്ള മൂവി എക്സ്പ്ലനേഷൻ കാണാനായി എക്സ്പ്ലനേഷൻ ഫയൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.